ഉവാച ഉത്തമ വാർത്താ ചാനൽ. കഴിഞ്ഞ ദിവസം ഈ എംപ്ലോയീസ് അസോസിയേഷന്റെ മന്ദിര ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ ഈ സ്വാഗതം പറയുന്ന സമയത്ത് ഗാനം ആലപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. 100ഓളം വരുന്ന വനിതാ ജീവനക്കാരാണ് ഈ ഗാനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേദിയിൽ ആലപിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പാട്ട് വളരെ വലിയ വിവാദമാവുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ പാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേണ്ട എന്ന് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ തമ്മിൽ ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തുകയായിരുന്നു. പിന്നീട് ഈ പാട്ട് ഉപേക്ഷിക്കേണ്ട എന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയീസ് അസോസിയേഷൻ മന്ദിരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാട്ട് ആരംഭിക്കുകയും മുഖ്യമന്ത്രി വേദിയിലെത്തുമ്പോൾ ഈ പാട്ട് പൂർണ്ണമാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ഹണി വ്യക്തമാക്കുന്നു. അതായത് ഈ എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആസ്ഥാന മന്ദിരം ഈ വേദിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ്. അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഈ വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഗാനം തീരത്തക്ക വിധത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗാനം വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ വാഴ്ത്തുപാട്ട് വേണ്ട എന്നുള്ളത് അതായത് രതീഷ്, മുഖ്യമന്ത്രി ഇരുത്തി പാടില്ല, പക്ഷേ പാട്ടുപാടി സ്വീകരിക്കും വേദിയിലേക്ക്. അതെ. അപ്പോൾ നിലവിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എംപ്ലോയീസ് അസോസിയേഷന്റെ മന്ദിര ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ ഈ ഗാനം ആലപിക്കും. മുഖ്യമന്ത്രിക്കുള്ള സ്വാഗത ഗാനമായി അത് പാടുകയും മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുമ്പോൾ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വേണ്ട എന്ന് എംപ്ലോയീസ് അസോസിയേഷനിലെ തന്നെ ഒരു വിഭാഗം ശക്തമായി നിലപാടെടുത്തു. എന്നാൽ മറുവിഭാഗമാണ് ഇത് വേണം, കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗാനം ചിട്ടപ്പെടുത്തിയതാണ്, സംഗീതം നൽകിയതാണ്, അതുകൊണ്ട് തന്നെ ഈ ഗാനം ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. അങ്ങനെയാണ് തീർച്ചയായും രതീഷ്, എന്തായാലും മുഖ്യമന്ത്രിക്കും അതിൽ പരിഭവമൊന്നുമില്ല. ഒരല്പം പൊഴുത്തലൊക്കെ ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നല്ലോ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് അറിയാൻ കഴിയുന്നത് ഈ വാഴ്ത്തുപാട്ട് എഴുതിയ ജീവനക്കാരന് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പിൽ മെസ്സഞ്ചറായ ചിത്രസേനന് പ്രത്യേക പദവിയും കാറും ഒക്കെ സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ടെന്നാണല്ലോ. ഈ വാഴ്ത്തുപാട്ട് വിവാദമായപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മുഖ്യമന്ത്രിയിലേക്കായിരുന്നു. പ്രത്യേകിച്ചും വൈകുന്നേരം അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകൂടി ചെയ്തതോടെ എന്ത് മുഖ്യമന്ത്രി നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത്. ഈ ഗാനം എഴുത്തുകാരനും സംഗീതം നൽകിയവരും മാത്രമല്ല എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു വിഭാഗവും മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും അതിനനുസരിച്ച് ഈ ഗാനത്തിന്റെ പിന്നീടുള്ള ഭാവി എന്നുള്ളതായിരുന്നു നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി തന്നെ അല്പം ഇകഴ്ത്തലുകൾക്കിടയിൽ പുകഴ്ത്തലുകൾ കുഴപ്പമില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നതോടെ ഈ ഗാനം വേണം എന്നുള്ള നിലപാടിലേക്ക് ഈ ഗാനം ചിട്ടപ്പെടുത്തിയ ആള്, സംഗീതം നൽകിയ ആള്, എംപ്ലോയീസ് അസോസിയേഷനിലെ വിഭാഗം ഒക്കെ എത്തുകയായിരുന്നു. എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേണമോ എന്നുള്ള തീരുമാനത്തിലാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. പിന്നീടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുമ്പോൾ പാട്ട് പാടി പൂർണ്ണമാക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് മാറിയത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗാനം ഗാനം എഴുതിയത് പൂവത്തൂർ ചിത്രസേനൻ എന്ന ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം അവിടെ OA ആയിരുന്നു. OA ആയി വിരമിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് മെസ്സഞ്ചറായി ചുമതല കൊടുത്തു. മെസ്സഞ്ചർ ഈ ധനകാര്യ വകുപ്പിലെ കാര്യങ്ങൾ മറ്റു വകുപ്പുകളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് മെസ്സഞ്ചറിനുള്ളത്. ഈ മെസ്സഞ്ചറിന് സാധാരണ ബൈക്ക്, ഇരുചക്ര വാഹനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ചിത്രസേനന് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. ഇദ്ദേഹത്തിന് കാറും ഡ്രൈവറും അടക്കം നൽകുന്നുണ്ട്. ഈ മെസ്സേജ് സന്ദേശങ്ങൾ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അതായത് ഫയൽ അടക്കമുള്ളതാണ് സന്ദേശമായി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ഫയലാണ് കൂടുതലും. എന്നാൽ ചില ഫയലുകൾ കൊണ്ടുപോകേണ്ടതുണ്ട്, മാനുവൽ ഫയലായിട്ടുണ്ട്. ഈ ഫയലുകൾ കൊണ്ടുപോകുന്ന ജോലിയാണ് ചിത്രസേനുള്ളത്. ഇദ്ദേഹത്തിനാണ് സ്പെഷ്യൽ പരിഗണന എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രതീഷ്, എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ പരിഗണന എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? ഈ വാഴ്ത്തുപാട്ട് ആണോ അതിനുള്ള യോഗ്യതയും? ഇദ്ദേഹം എംപ്ലോയീസ് അസോസിയേഷന്റെ സജീവ പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വിരമിച്ചതിന് ശേഷവും ഈ ധനകാര്യ വകുപ്പിൽ പുനർനിയമനം നൽകാൻ തീരുമാനിച്ചത്. ഇതിന് അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെ മുൻകൈ എടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി അനുമതിയിലാണ് ഇദ്ദേഹത്തിന് പുനർനിയമനം നൽകാൻ തീരുമാനമെടുത്തതും. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇദ്ദേഹത്തിന് OA ആയിരുന്ന ഇദ്ദേഹത്തിന് മെസ്സഞ്ചർ എന്നുള്ള പദവിയിലേക്ക് പുനർനിയമനം നൽകുന്നത്. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. ഈ വരികൾ കാവലാൾ എന്നുള്ള പേരിലുള്ള ഈ പാട്ട് എഴുതിയെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയെ ഫീനിക്സ് പക്ഷിയോടൊക്കെ ഉപമിച്ചുകൊണ്ടുള്ള പാട്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന തിരുവാതിര ഗാനത്തിനെ ഓവർകം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പുകഴ്ത്തലുകളായിരുന്നു ഈ ഗാനത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് സ്പെഷ്യൽ പരിഗണന, പ്രത്യേക പരിഗണന കിട്ടുന്നു എന്നുള്ളതും ഇതുമായി കൂട്ടി വായിക്കണം.
പി വി രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് എന്തായാലും മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി എന്ന് പാടുകയില്ല, പക്ഷേ ആ പാട്ട് പാടിയായിരിക്കും മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് പുതിയ തീരുമാനം. ഈ വാഴ്ത്തുപാട്ട് എഴുതിയ ജീവനക്കാരന് പ്രത്യേക പരിഗണനയുമുണ്ട്. ധനകാര്യ വകുപ്പിൽ മെസ്സഞ്ചറായ അദ്ദേഹത്തിന് കാറും പ്രത്യേക പദവിയും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ തേടി ഈ പദവികളൊക്കെ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് എന്തായാലും ആ വാഴ്ത്തുപാട്ട് നന്നായി തന്നെ സുഖിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ അദ്ദേഹത്തെ തേടിയെത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി വേദിയിലില്ലാതെ ആ പാട്ട് പാടുന്നതിലെ അനൗചിത്യം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തന്നെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുമാത്ര വെറുതെ നനച്ചുപോയി എന്ന ONV കുറിപ്പ് എഴുതിയ പാട്ട് വെറുതെ പാടും. അതോടെ ജീവനക്കാരുടെ അപേക്ഷ മാനിച്ചാണ് മുഖ്യമന്ത്രി അത് കേൾക്കാൻ വരുന്നതെന്നും ഇരുന്നു കൊടുക്കുന്നതെന്നും ഉള്ള പ്രതീതി ഉണ്ടാക്കാൻ കഴിയും. അത് ധാരാളം മതിയാകും. അത് കേട്ടാൽ അനൗചിത്യം പമ്പയും ശബരിമലയും കടക്കും.